കാട്ടുകുക്കെ ജമലുല്ലൈലി ഇസ്ലാമിക് കോംപ്ലക്സ് കാലാന്തരങ്ങളുടെ വൈജ്ഞാനിക സൗഭാഗ്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന വിജ്ഞാന ഗോപുരം. കാസർഗോഡ് ജില്ലയിൽ ജമലുല്ലൈലി സാദാത്തുക്കൾ നടത്തുന്ന ദർസ്, ഹിഫ്ള്, യതീംഖാന, ബോർഡിംഗ് മദ്രസ ഇതെല്ലാം ചേർന്ന സംയുക്തമായ സ്ഥാപന സമുച്ചയമാണിത്. ഷെയ്ഖ് ജമലുല്ലൈലി ഇസ്ലാമിക് കോംപ്ലക്സ് കാസർഗോഡ് ജില്ലയിലെ പ്രസിദ്ധമായ ദീനീ കേന്ദ്രമാണ്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ശില്പി സയ്യിദ് ഇമ്പിച്ചിക്കോയ ജമലുല്ലൈലി തങ്ങൾ എന്നറിയപ്പെടുന്ന കാട്ടുകുക്ക തങ്ങളാണ്. പെർള ടൗണിൽ നിന്ന് 4 കിലോമീറ്റർ ഉൾഭാഗത്തായി പ്രകൃതിയുടെ വരദാനമായി പച്ചപ്പട്ടിൽ ഗ്രാമഭംഗി വരച്ചിട്ട ഒരു നാടുണ്ട്, കാട്ടുകുക്കെ. 2002 കാലത്താണ് വെളിമുക്ക് പ്രദേശത്ത് നിന്ന് സയ്യിദ് ഇമ്പിച്ചിക്കോയ ജമലുല്ലൈലി തങ്ങൾ ഖതീബും മുദരിസുമായി ഇവിടെ എത്തുന്നത്. വിജ്ഞാനത്തിന്റെ പർദീസയായ യമനിൽ നിന്നാണ്, ഹലർമൗത്ത് എന്ന പ്രദേശത്തു നിന്നാണ് ജമലുല്ലൈലി സാദാത്തുക്കളുടെ കഥ തുടങ്ങുന്നത്. ഹിജറ 780. രാത്രിയാമങ്ങളിൽ തഹജ്ജുദ് തളരാത്ത നൃത്തം കൊണ്ട് നിസ്കാരം നിർവഹിച്ച് പ്രസിദ്ധനായ സയ്യിദ് മുഹമ്മദ് ബിൻ ഹസനുൽ മുഅല്ലിം, അദ്ദേഹത്തെ ജനങ്ങൾ രാത്രിയിലെ ഒട്ടകം, തളരാത്ത നിസ്കാരക്കാരൻ എന്നർത്ഥം വരുന്ന ജമലുല്ലൈലി എന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ പേരമക്കളാണ് ജമലുല്ലൈലി സാദാത്തുക്കൾ എന്ന് ലോകത്ത് അറിയപ്പെടുന്നത്. കേരളത്തിലേക്ക് ആദ്യമായി ജമലുല്ലൈലികൾ എത്തുന്നത് ഹിജറ 1180-ലാണ്. കടലുണ്ടിയിലേക്ക് കടലിലൂടെ വന്നിറങ്ങിയ സയ്യിദ് മുഹമ്മദ് ഇബ്നു അബ്ദുറഹ്മാൻ അൽ അഷ് ഇന്തോനേഷ്യയിലെ അഷ് പ്രദേശത്ത് നിന്നാണ് വരുന്നത്. അവിടുത്തെ രാജാവായ അബ്ദുറഹ്മാൻ സയ്യിദ് അവറുകളുടെ മകനാണ് ഈ വന്ന മുഹമ്മദ് ജമലുല്ലൈലി തങ്ങൾ. കടലിലൂടെ മുസല്ല വിരിച്ച് കടൽ ഉന്തി ഉന്തി കരക്കണഞ്ഞവർ. അങ്ങനെയാണ് മലപ്പുറത്തെ കടലുണ്ടി എന്ന പ്രദേശത്തിന് കടലുന്തി എന്ന ആ പ്രയോഗത്തിൽ കടലുണ്ടി എന്ന നാമം ഉരുത്തിരിയുന്നത് തന്നെ. സാദാത്തുക്കളുടെ ഓർമ്മയുടെ നാടാണ് കടലുണ്ടി. ബഹസൻ ജമലുല്ലൈലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പ്രസിദ്ധമായ കടലുണ്ടി തൊട്ടടുത്ത പ്രദേശമായ വെളിമുക്കിൽ, മലപ്പുറത്തെ വെളിമുക്ക് മക്കാമിലാണ് അവരുടെ പേരമക്കളായ നിരവധി മഹാന്മാർ അന്തിയുറങ്ങുന്നത്. അതിൽ പ്രസിദ്ധനായ ഷെയ്ഖ് ജമലുല്ലൈലി തങ്ങൾ. അനവധി കറാമത്തുകളുടെ കേന്ദ്രമാണ് അവരുടെ മക്ബറ. അവരുടെ പേരമക്കളാണ് കാസർകോട്ടെ ഈ സ്ഥാപനത്തിന്റെ ശില്പികളായ സാദാത്തുക്കൾ. ജമലുല്ലൈലി സാദാത്തുക്കളിൽ കാസർഗോഡ് ജില്ലയിൽ ആദ്യമെത്തിയ സയ്യിദ് ഇമ്പിച്ചിക്കോയ ജമലുല്ലൈലി ഇന്ന് കാട്ടുകുക്ക തങ്ങളായി അറിയപ്പെടുന്നു. അദ്ദേഹം ഈ സ്ഥാപനം അവിടെ സ്ഥാപിക്കുന്നതിന് പിന്നിൽ വലിയ കഥയുണ്ട്. കാസർഗോഡ് മാലിക് ദീനാറിൽ സിയാറത്ത് ചെയ്ത് ടൗണിൽ നിന്ന് പെർളയിലേക്ക് ബസ് കയറിയാൽ അവിടെ വലിയ തീർത്ഥാടന കേന്ദ്രമാണ് കാട്ടുകുക്കെ. വലിയ സ്ഥാപനവും ആ സ്ഥാപനത്തിന്റെ ഹിഫ്ള് കോളേജിന് താഴെയായി സയ്യിദ് ഉമർ കോയ ജമലുല്ലൈലി എന്ന വലിയ മഹാന്റെ മക്ബറയും കാണാം. സ്ഥാപനവും മക്ബറയും അവിടെ നടക്കുന്ന സലാത്ത് മജ്ലിസും സാദാത്തുക്കളുടെ സാന്നിധ്യവും മുതഅല്ലിമുകളുടെ ദുആവും നേർച്ചയും ഒക്കെയാകുമ്പോൾ അനുഭവിക്കുന്ന മനോവേദനകൾക്ക് അറുതി ലഭിക്കാതെ ഒരാളും അവിടെ നിന്ന് മടങ്ങാറില്ല. ആ സ്ഥാപനത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? കേരള കർണാടക ബോർഡറിലുള്ള നിഷ്കളങ്കരായ ചില പ്രമാണികൾ സൗകര്യപ്രദമായ ഒരു ദീനീ സ്ഥാപനം വേണമെന്ന് കാട്ടുകുക്ക തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഒരു പൂവേ ആവശ്യപ്പെട്ടുള്ളൂ. പൂമരം തന്നെ വസന്തഭൂമിയിൽ തളച്ചു വളരുകയായിരുന്നു. ഒരു തടാകം മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അതിപ്പോൾ ഒരു പുഴയല്ല, സമുദ്രമായി മാറി. ശരീഅത്ത് ദർസ്, ദഅവ കോളേജ്, യതീംഖാന, ഖുർആൻ അർത്ഥസഹിതം മനഃപ്പാഠമാക്കുന്ന ആൺകുട്ടികൾക്കായുള്ള ഹിഫ്ള് അക്കാദമി, ഭാഷാ പഠനം, കമ്പ്യൂട്ടർ ലാബ്, ബോർഡിംഗ് മദ്രസ തുടങ്ങിയ പുതിയ തലമുറക്ക് ആവേശവും ആവശ്യവുമായ നൂതന ശൈലിയിലുള്ള ഉന്നത വിജ്ഞാന കേന്ദ്രം തന്നെയായി
കാട്ടുകൂക്ക തങ്ങളുടെ നേതൃത്വത്തിൽ ഇത് മാറിക്കഴിഞ്ഞു. എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച ഒരു സലാത്ത് മജ്‌ലിസ് ഉണ്ട് ഇവിടെ. കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും ആയിരങ്ങൾ തടിച്ചുകൂടുന്ന ഈ മജ്‌ലിസിൽ സലാത്തും മൗലിദും ദിക്റും ദുആവും കഴിയുമ്പോൾ ദാരിദ്ര്യം, പൈശാചിക ബാധ, കണ്ണേറ്, സിഹ്ർ എന്നല്ല ക്യാൻസർ, ഷുഗർ പോലുള്ള മാറാരോഗങ്ങൾ വരെ ഒഴിഞ്ഞു പോകുന്നു. തങ്ങളുടെ ആത്മീയ ചികിത്സ എടുത്തു പറയേണ്ട ഒന്നാണ്. വിവാഹ തടസ്സങ്ങൾ മാറി മംഗല്യഭാഗ്യം ധാരാളം അനുഭവമാണിവിടെ. ജമലുൽ ലൈലി ട്രസ്റ്റ് വഴി നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളും മഹത്തായ ഈ സ്ഥാപനവും മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ഥായിയായ ഒരു വരുമാനമോ കെട്ടിടമോ വസ്തുവകകളോ ഇല്ലെന്ന് കൂടി നാം ഓർക്കണം. എന്നിട്ടും ഈ സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കുമ്പോൾ ലഭിക്കുന്ന അത്ഭുതങ്ങളാണ് സാധുജനങ്ങളെ ജമലുൽ ലൈലി സാദാത്തുക്കളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്. ദാരിദ്ര്യ രേഖക്ക് താഴെയുള്ള നൂറുകണക്കിന് അനാഥകളെയും അഗതികളെയും അന്നവും അറിവും നൽകി സംരക്ഷിച്ചു വരുന്ന ഈ മഹത്തായ സ്ഥാപന സേവനത്തിന് നമുക്കൊരു കൈത്താങ്ങാം. അവരുടെ ഈ പ്രവർത്തനത്തെ നമുക്ക് സഹായിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക 9447693831.